ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ചീസി ചിക്കൻ പിസയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇത്തിരി ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. അതിനുവേണ്ടി ഒരു സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് നേരിയ ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്ക് നമ്മുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവും ഒരു 1/4 കപ്പ് മൈദമാവും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കേണ്ടതാണ്. അതിന് മുന്നേ നമ്മൾ വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് കുഴച്ചാൽ മതി. കുറച്ചും കൂടി ലൂസായാലും കുഴപ്പമില്ല. കാരണം കുറച്ചും കൂടി ലൂസാവുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പിസ്സയുടെ ആ ഒരു ഡൗ നല്ല സോഫ്റ്റായി കിട്ടും. ഇത് അല്പം ഓയിൽ കയ്യിലൊന്ന് തൂവിയിട്ട് നമുക്കിതൊന്ന് മാവൊന്ന് ശരിക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് എത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഈ മാവ് എടുത്ത് അതിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. അതുവരെ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഊണ് കഴിഞ്ഞപ്പോൾ എടുത്ത് വെച്ചാൽ ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു 3:30ക്ക് എടുത്ത് വെച്ചതാണ്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലാക്കി കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് പരത്തി കൊടുക്കാം. കുറച്ച് നെയ്യ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുമ്പോൾ സൈഡ് ഇതിൻ്റെ ഈ നമ്മൾ പരത്തണ ആ ഒരു മാവിൻ്റെ സൈഡ് വശം ശരിക്ക് ഇതേപോലെ ആയി കിട്ടണം. സെൻറ്റർ ശരിക്കൊന്ന് അമർത്തി പരത്തുക. സൈഡിലേക്ക് കുറച്ചിങ്ങനെ കവർ ചെയ്ത് നിന്നോട്ടെ. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്ത് ഇതിനുള്ളിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മളിടുന്ന സോസും അതുപോലെ ചീസും ഇതൊക്കെ ശരിക്കൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് വേണ്ട ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് സൈഡ് ഇതൊന്നും നമ്മുടെ സോസ് പുരട്ടേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും സൈഡിലേക്ക് ആവേണ്ട. സെൻറ്ററിൽ ഇപ്പം നമ്മൾ സോസ് പുരട്ടിരിക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പിസ്സയിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, അതുപോലെ സെലറി, കുറച്ച് പുതിനയില, കുറച്ച് സവാള, പിന്നെ കുറച്ച് ചിക്കൻ വറുത്തത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിസ്സയുടെ സൈഡിലേക്ക് നീങ്ങേണ്ട. സെൻറ്ററിൽ സോസ് ഇട്ടേണ വശത്ത് മാത്രം ഇട്ടാൽ മതി. ഇങ്ങനെ ഇടുമ്പോൾ സൈഡിലുള്ള മാവ് ശരിക്ക് വീർത്ത് കവർ ചെയ്ത് വരും.
ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ചീസ് ഇതിൻ്റെ മേലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ മൊസറേല്ലയുടെ ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഈ പിസ്സയുടെ മേലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ നമുക്കിത് നിറയെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചീസ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക ആയോ എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിത് സ്റ്റൗവിന് മേലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിലിടുക. എന്നിട്ട് അതൊന്ന് പാൻ ചൂടായി കഴിയുമ്പോൾ തന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. ശരിക്കും വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ പിസ്സ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തോ, ഒട്ടും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും, ഒരു പാടുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.